തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ സെക്രട്ടേറിയറ്റിൽ വീണ്ടും പാമ്പ് കയറിയിട്ടുണ്ട്. പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം ഓഫീസിലാണ് പാമ്പിനെ കണ്ടത്. പരിഭ്രാന്തരായ ജീവനക്കാർ പാമ്പിനെ അടിച്ചുകൊന്നു. 2 ദിവസം മുൻപ് ജലവിഭവ വകുപ്പ് ഓഫീസിലും പാമ്പിനെ കണ്ടിരുന്നു. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, നേരത്തെ കയറിയ പാമ്പ് സ്റ്റെയർ കേസിൽ നിന്ന് എവിടേക്ക് പോയി എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം കണ്ട ഉടൻ തന്നെ അടിച്ചുകൊന്നു അല്ലേ? ജീവനക്കാരെല്ലാം പെട്ടെന്ന് തടിച്ചുകൂടുകയും പാമ്പിനെ കണ്ട പരിഭ്രാന്തിയിൽ അടിച്ചു കൊന്നു എന്നാണ് ജീവനക്കാരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സുജയ നേരത്തെ പറഞ്ഞതുപോലെ 2 ദിവസം മുമ്പാണ് സെക്രട്ടേറിയറ്റിൽ നേരത്തെ പാമ്പിനെ കണ്ടത്. അത് ജലവിഭവ വകുപ്പിൻ്റെ ഓഫീസിൻ്റെ അടുത്തായിരുന്നു. അവിടുന്ന് സ്റ്റെയർ കേസിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിലായിരുന്നു കണ്ടത്. പിന്നീട് അതിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. അവിടെ പിന്നീട് പാമ്പ് പിടുത്തക്കാരൊക്കെ വന്നു, വനം വകുപ്പിലെ ജീവനക്കാർ വന്നു. എല്ലാവരും തെരഞ്ഞ സമയത്ത് അവിടെ ഓഫീസിൻ്റെ ഇടനാഴിയിൽ കൂട്ടിയിട്ട പാഴ്വസ്തുക്കളെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. പക്ഷേ അതൊന്നും കിട്ടിയുമില്ല. ഇതിപ്പോൾ ഇന്ന് രാവിലെ 10:15 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇതെല്ലാം നിൽക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സുജയ, നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് കാണുന്ന പൈതൃകമായി സംരക്ഷിച്ചിരിക്കുന്ന പഴയ നിയമസഭാ മന്ദിരം, ആ കെട്ടിടത്തിൻ്റെ ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ തുടർച്ചയായി ഈ പാമ്പിനെ കാണുന്നത്. ഇപ്പോൾ 2ാമത്തെ തവണയാണ് ഈ പാമ്പ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അകത്തുണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ള സുജയ, താൽക്കാലിക സ്വീപ്പർമാരടക്കം നിരവധി പേർ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായി ക്ലീൻ ചെയ്യാനും എല്ലാ സംവിധാനത്തിലും ഉള്ളപ്പോഴാണ് ഈ പാമ്പിനെ കാണുന്നത്. ഇത് 2ാമത്തെ പാമ്പാണ് 3 ദിവസത്തിനുള്ളിൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ കാണുന്നത്. സെക്രട്ടേറിയറ്റിൽ 2 തവണ പാമ്പ് കയറിയിരിക്കുന്നു. 2ാമത്തെ പാമ്പിനെ എന്തായാലും ജീവനക്കാർ തല്ലിക്കൊന്നു.